ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റി. മോശയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തെ മാറ്റി. മോശയുടെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. യാക്കോബിന്റെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. യബ്ബേസിന്റെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. നിങ്ങളുടെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും. യബ്ബേസ് പറയുന്നു, എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെയാണ് പ്രസവിച്ചത്. ഞാനൊരു വ്യസനപുത്രനായിരുന്നു. ലിസൺ ടു മീ, ഞാനൊരു വ്യസനപുത്രനായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 20, 21, 22 വാക്യങ്ങളിൽ യാക്കോബ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും നീ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ജീവിതം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മനുഷ്യൻ, സകലതും നഷ്ടപ്പെട്ട മനുഷ്യൻ, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ മനുഷ്യൻ, എല്ലാം തീർന്നെന്ന് കരുതിയ മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാണെങ്കിൽ, നീ എൻ്റെ അവസ്ഥകളെ മാറ്റുകയാണെങ്കിൽ, എൻ്റെ ലൈഫ് എൻഡഡ് ജനറേഷൻ ബൈ ജനറേഷൻ, തലമുറയായി നീ എൻ്റെ ദൈവമായിരിക്കും. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, യാക്കോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്കും നേർച്ചയ്ക്കും ദൈവം മറുപടി കൊടുത്തു. ലാബാന്റെ ആടുകൾ ചനയേൽക്കാതിരുന്നപ്പോൾ യാക്കോബിന്റെ ആടുകൾ ചനയേറ്റു. അടുത്ത താഴേക്ക് വായിക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം കാണാൻ കഴിയുന്നു. യാക്കോബ് വർദ്ധിക്കാൻ തുടങ്ങി. യാക്കോബ് വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ബർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ലിസൺ ദിസ് വേർഡ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ജെനസിസ് ചാപ്റ്റർ 30, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 42-43 വാക്യങ്ങൾ. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. 43-ാമത്തെ വാക്യം, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും ഉണ്ടായി. ദൈവം യാക്കോബിനോട് പറയുന്നു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേർ ഇസ്രായേൽ എന്നത്രേ. ഓ ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിതം തകർന്നു പോയ ഒരു മനുഷ്യനെ ഒരു രാജ്യമാക്കി അനുഗ്രഹിച്ച ദൈവം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ എത്ര തകർന്ന വ്യക്തിയെങ്കിലും, നിങ്ങൾ എത്ര പരാജയപ്പെട്ട വ്യക്തിയെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടയാളെങ്കിലും, പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും. വീണ്ടും ആവർത്തിക്കുന്നു, പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 11, 12, 13, 14 വാക്യങ്ങളിൽ, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? 13, നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണം. 14-ാം വാക്യം, അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. വലിയ ന്യായവിധി തൻ്റെ ജനത്തിന്റെ മേൽ വരാൻ പോവുകയാണ്. ദൈവം ആ ജനത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ലിസൺ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം
തൻ്റെ തീരുമാനത്തെ മാറ്റി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മനുഷ്യനെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം തന്നെ മാറ്റിക്കാൻ വലിയ പാടാണ്. മനുഷ്യനെടുത്ത ഒരു തീരുമാനം തന്നെ ചേഞ്ച് ആക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം എടുത്ത തീരുമാനം മാറ്റാൻ, അത് മാറ്റിക്കാൻ, ചേഞ്ച് ചെയ്യാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. ഹല്ലേലൂയ. ഉലകത്തിൽ ആർക്കും അത് കഴിയുന്നതല്ല. എന്നാൽ മോശയുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തെ മാറ്റി. മോശയുടെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. യാക്കോബിന്റെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. യബ്ബേസിന്റെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റി. നിങ്ങളുടെ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും.